ന്യൂസ് റിപ്പോർട്ട് നമ്മുടെ ഇനി വരുന്ന +2 എക്സാമിൽ ഷുവർ ആയിട്ടും ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. കാരണം നമ്മുടെ 2024 ഓണം എക്സാമിന് ചോദിച്ചിട്ടുണ്ട് ഈ ഒരു ക്വസ്റ്റ്യൻ. അതുപോലെ തന്നെ ഇങ്ങനെയും ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്. ക്വസ്റ്റ്യൻ വന്ന ആ ഒരു ടൈപ്പ് നോക്കിക്കോ. മാർത്ത കെയിം ടു നോ അബൌട്ട് ദ wreck of the bank only after it was reported by newspaper. ന്യൂസ് പേപ്പർ റിപ്പോർട്ട് ചെയ്തതിന് ശേഷമാണ് മാർത്ത ആ ഒരു ബാങ്കിന്റെ ആ ഒരു കംപ്ലീറ്റ് കൊളാപ്സ് ആയതിനെ പറ്റി അറിഞ്ഞിട്ടുണ്ടായിരുന്നത്. വാട്ട് മൈറ്റ് ഹാവ് ഷീ റെഡ്? അവൾ വായിച്ചിട്ടുണ്ടായിരുന്ന ഒരു ന്യൂസ് എങ്ങനെയായിരിക്കും ഉണ്ടായിരിക്കുക എന്നതാണ് നിങ്ങളോട് എഴുതാൻ പറഞ്ഞത് ന്യൂസ് റിപ്പോർട്ട്. അതുപോലെ തന്നെ നിങ്ങളോട് എഴുതാൻ പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ ആ ഒരു അമിഗോ ബ്രദേഴ്സ് തമ്മിലുള്ള ഒരു ഫൈറ്റ് നിങ്ങൾ കണ്ടു. പിറ്റേ ദിവസത്തേക്ക് വരാൻ വേണ്ടിയിട്ടുള്ള ആ ഒരു ന്യൂസ് റിപ്പോർട്ട് എങ്ങനെയായിരിക്കും ഉണ്ടായിരിക്കുക. ഈ 2 ന്യൂസ് റിപ്പോർട്ടൊക്കെയാണ് നമ്മൾ കഴിഞ്ഞ വർഷങ്ങളിൽ ചോദിച്ചിട്ടുള്ളത്. ഇതുപോലെ ഏത് സാഹചര്യത്തിൽ വന്നു കഴിഞ്ഞാലും ന്യൂസ് റിപ്പോർട്ട് എഴുതാൻ നിങ്ങൾക്ക് കഴിയണം. അതിനുവേണ്ടി തന്നെയാണ് ഈ ഒരു വീഡിയോ. എങ്ങനെയാണ് ആ ഒരു 6 മാർക്കിൻ്റെ ന്യൂസ് റിപ്പോർട്ട് തയ്യാറാക്കാം എന്നുള്ളത് ഈ വീഡിയോ നോക്കാം. ഇതുപോലത്തെ ധാരാളം വീഡിയോസിന് വേണ്ടി സബ്സ്ക്രൈബ് ചെയ്തിട്ട് ഈ വീഡിയോ അവസാനം വരെ കണ്ടിരിക്കുക. ഫസ്റ്റ് ഓഫ് ഓൾ, നിങ്ങൾ കിട്ടുന്ന സമയത്ത് നിങ്ങൾ ഈ ഒരു ഫോർമാറ്റിലായിരിക്കണം നിങ്ങൾ ന്യൂസ് റിപ്പോർട്ട് ചെയ്യേണ്ടത്. കാരണം ഹെഡ്ലൈന് ഭയങ്കര ഷോർട്ട് ആൻഡ് അറ്റൻഷൻ ഗ്രാബിംഗ് ആയിട്ടുള്ള ഹെഡ്ലൈന് കൊണ്ടുവരിക. അതുപോലെ തന്നെ ഒരു ബൈലൈൻ, ആരാണോ ഇത് എഴുതുന്നത് അല്ലെങ്കിൽ കറസ്പോണ്ടൻ്റ് ആരാണോ കൊടുക്കുക, അതിനേക്കാൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ അതിൻ്റെ ആ ഡേറ്റും കാര്യങ്ങളും കൊടുക്കുക. പ്ലസ് പ്ലേസ്, എവിടെയാണ് ഈ ഒരു സംഭവം നടക്കുന്നത്. അതുപോലെ തന്നെ ഫസ്റ്റ് പാരഗ്രാഫിൽ 5 Ws, അതായത് ആരാണ്, എന്താണ്, എവിടെയാണ്, എപ്പോഴാണ് എന്നുള്ള ആ ഒരു ബേസിക് ആയിട്ടുള്ള ഡീറ്റെയിൽസ് ഫസ്റ്റ് പാരഗ്രാഫിൽ കൊടുക്കുക. സെക്കൻഡ് പാരഗ്രാഫിൽ ആ ഒരു ഇവൻറ്റിൻ്റെ ഡീറ്റെയിൽസ് കൊടുക്കുക. അവസാനം കൺക്ലൂഷൻ കഴിഞ്ഞതിന് ശേഷം അവിടെ കോട്ട്സ്, അതായത് ആ ഒരു ന്യൂസ് നടന്നതിന് ശേഷം പിന്നീട് എന്ത് സംഭവിച്ചു അല്ലെങ്കിൽ അതിൻ്റെ ആഫ്റ്റർ എഫക്റ്റ് എന്താണ് എന്നുള്ളത് അവസാനത്തെ ആ ഒരു പാരഗ്രാഫായിട്ട് നമ്മൾ കൊടുക്കാം, അല്ലെങ്കിൽ അവസാനത്തെ ലൈനായിട്ട് കൊടുക്കാം. എന്നിട്ട് പിന്നെ നമ്മുടെ ഈ ഒരു കംപ്ലീറ്റ് ന്യൂസ് റിപ്പോർട്ടും പാസ്റ്റ് ടെൻസിലായിരിക്കണം എന്നുള്ളത് വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. ബിക്കോസ് ഇറ്റ്സ് ന്യൂസ് റിപ്പോർട്ടാണ്, കഴിഞ്ഞ കാലത്തെ പറ്റിയിട്ടാണ് നമ്മളിത് പറയുന്നത്. അതുപോലെ തന്നെ ഈ ഒരു ന്യൂസ് റിപ്പോർട്ട് ഒരു ബോക്സിലാക്കുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇത്രയും കാര്യങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ, ഈ ഒരു ഫോർമാറ്റ് കീപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് കിട്ടും? 6 മാർക്ക് നിങ്ങൾക്ക് ലഭിക്കാൻ പോവുകയാണ്. ഈ ഒരു രൂപത്തിലായിരിക്കണം നിങ്ങൾ ഹെഡ്ലൈന് കൊടുക്കുക, ബൈലൈന്, ഡേറ്റ് ലൈന്, പ്ലേസ് ലൈന്, അതുപോലെ തന്നെ മെയിൻ പോയിന്റ്സ്, അതിൻ്റെ ബോഡിൻ്റെ ഡീറ്റെയിൽസ്, ആ ഒരു ന്യൂസിൻ്റെ ഡീറ്റെയിൽസ് ആ ബോഡി പാർട്ടിൽ കൊടുക്കുക. അവസാനം കൊട്ടേഷൻ കൊടുത്തു കഴിഞ്ഞാൽ ഈ ഒരു ന്യൂസ് റിപ്പോർട്ട് കംപ്ലീറ്റ് ആകും. സപ്പോസ് ഒരു ന്യൂസ് റിപ്പോർട്ട് ഇതാ കൊടുത്തോ, ബാങ്ക് ക്രാഷ് ഷോക്സ് ദ സിറ്റി. ഇതാണ് ആ ഒരു ന്യൂസ് വന്നിട്ടുള്ളത്. ഇത് ന്യൂയോർക്കിലാണ്. അതുപോലെ തന്നെ ഡേറ്റ് കൊടുത്തിട്ടുണ്ട്, പ്ലേസ് ലൈൻ കൊടുത്തിട്ടുണ്ട്. ദ സിറ്റി ബാങ്ക് ഫേസ്ഡ് എ സഡൻ കൊളാപ്സ് യെസ്റ്റർഡേ. അതുപോലെ തന്നെ കോസിംഗ് പാനിക് എമംഗ് കസ്റ്റമേഴ്സ് ആൻഡ് എംപ്ലോയീസ്. അതായത് ആ ഒരു ഫസ്റ്റ് ലൈനിൽ തന്നെ ഈ ഒരു 5 Ws നമുക്ക് കിട്ടി. എവിടെയാണ്, എന്താണ്, എപ്പോഴാണ് എന്നുള്ളതിൻ്റെ ഡീറ്റെയിൽസ് കിട്ടി. അതുപോലെ തന്നെ റിപ്പോർട്ട്സ് റിവീൽ ദാറ്റ് ദ ഡയറക്ടേഴ്സ് ഓഫ് ദ ബാങ്ക് ഹാഡ് ബീൻ ഇൻവോൾവ് ഇൻ ലാർജ് സ്കെയിൽ ഫ്രോഡ് ആൻഡ് മിസ്മാനേജ്മെന്റ് ഓഫ് ഫണ്ട്. ഇതിൽ പിന്നെ വലിയ ഉന്നതങ്ങളായിട്ടുള്ള ആൾക്കാർ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഫണ്ടിൻ്റെ ഒക്കെ മിസ്മാനേജ്മെന്റ് ഉണ്ട് എന്ന് നമുക്ക് മനസ്സിലാകും. ദ മെയിൻ കൾപ്രിറ്റ് മിസ്റ്റർ ഗ്രഷാമാണ്. അത് ബാങ്കിൻ്റെ ഡയറക്ടറാണ്. അത് അവരെന്തായിട്ടുണ്ട്, അറസ്റ്റ് ചെയ്തത്. ഒക്കെ പാസ്റ്റ് ടെൻസിലാണെന്നുള്ളത് ആലോചിക്കാം. അതുപോലെ തന്നെ അദ്ദേഹത്തിന് പിന്നെ ചീറ്റിംഗ് ഡെപ്പോസിറ്റേഴ്സിനെ ചീറ്റ് ചെയ്തതിൻ്റെ ആ ഒരു ചാർജ് ഈടാക്കിയിട്ടുണ്ട്. അതുമാത്രമല്ല പിന്നെ ധാരാളം ഇന്നസെൻ്റ് ആയിട്ടുള്ള ഫാമിലീസിൻ്റെ അവരുടെ സേവിങ്സ് ഒക്കെ നഷ്ടമായിട്ടുണ്ട് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ എക്സ്ട്രാ ഡീറ്റെയിൽസ് അവിടെ കൊടുത്തിട്ടുണ്ട്. ഇനി അവസാനം കൺക്ലൂഷനിലേക്ക് വരുന്ന സമയത്ത്, however മിസ്റ്റർ ബാൽഡ്വിൻ ദ ക്യാഷർ ഓഫ് ദ ബാങ്ക് stood firm in the truth and refused to be part of the fraud. അവിടുത്തെ ബാങ്കർ ആയിരുന്ന ബാൽഡ്വിന് എന്താക്കിയില്ല, ആ ഒരു ഗ്രഷാമിന് സപ്പോർട്ടായി നിന്നില്ല. കോടതിയിൽ പോയിട്ട് ഭയങ്കര ഫേം ആയിട്ട് ഉറച്ചു നിന്നു. അതുകൊണ്ട് തന്നെ മറ്റേ ഫ്രോഡായിട്ടുള്ള ആളുടെ കൂടെ ഇദ്ദേഹം കൂടാത്തത് കൊണ്ട് ആ ഒരു കൾപ്രിറ്റിനെ നമുക്ക് പിടികൂടാൻ കഴിഞ്ഞു. ഹിസ് ഓണസ്റ്റി ഹാസ് വോൺ വൈഡ് റെസ്പെക്ട് ഫ്രം ദ പബ്ലിക്. ജനങ്ങൾ മൊത്തം ഇദ്ദേഹത്തിൻ്റെ ആ ഒരു ഓണസ്റ്റിയെ പ്രശംസിക്കുകയും അവരെല്ലാവരും അറിയുകയും ചെയ്തു. എന്നിട്ട് അതിനുശേഷം അതിൻ്റെ ആഫ്റ്റർ എഫക്റ്റ് നോക്കിക്കോ. അതോറിറ്റീസ് ഹാവ് അഷ്യൂർഡ് ദാറ്റ് സ്ട്രിക്റ്റ് ആക്ഷൻ വിൽ ബി ടേക്കൻ അഗെയിൻസ്റ്റ് ദോസ് ഗിൽറ്റി. ഇങ്ങനെ പ്രശ്നമുണ്ടാക്കിയിട്ടുള്ള ആൾക്കാർക്കെതിരെ എന്തായിരിക്കും, ഉറപ്പായിട്ടും നടപടിയെടുക്കും എന്നുള്ളതാണ് അതിൻ്റെ ആഫ്റ്റർ എഫക്ട്, അതിനുശേഷമുള്ള തീരുമാനം എന്ന് പറയുന്നത്. സോ ഇതുപോലെ പല രീതിയിൽ നമുക്ക് അമിഗോ ബ്രദേഴ്സിൽ നിന്നും പല ചാപ്റ്ററിൽ നിന്നും ഇതുപോലെ ന്യൂസ് റിപ്പോർട്ട് വരും. അതിൻ്റെ കംപ്ലീറ്റ് ഡീറ്റെയിൽ പഠിക്കാൻ വേണ്ടിയിട്ട് ഇന്ന് വൈകുന്നേരം കൃത്യം 7 മണിക്ക് മെഗാ മാരത്തോൺ ഉണ്ട്. കൃത്യം 7 മണിക്കാണ് നിങ്ങളുടെ ഫ്രണ്ട്സിനോടൊക്കെ അറിയിച്ചു കൊടുക്കുക. നമുക്ക് അടിപൊളിയായിട്ട് ഈ ഒരു ക്വസ്റ്റ്യൻ മാത്രമല്ല, ന്യൂസ് റിപ്പോർട്ട് മാത്രമല്ല, പല രീതിയിലുള്ള പല ക്വസ്റ്റ്യനൊക്കെ നമുക്ക് പഠിക്കേണ്ടതുണ്ട്. അപ്പോൾ ഈ ഒരു ലൈവിലേക്ക് എത്തിച്ചേരുക. പ്രത്യേകിച്ച് നിങ്ങൾക്ക് ഏറ്റവും ടഫസ്റ്റ് ആയിട്ടുള്ള ആ ഒരു ഡിസ്കോഴ്സ് ഏതാണ്, ചാപ്റ്റർ ഏതാണെന്നുള്ളത് കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. 7 മണി കാണാം. ബൈ.